യോ, ഈ തള്ളയുടെ ഒരു കാര്യം ഉറങ്ങാനും സമ്മതിക്കൂലേ? ഇന്നല്ലേ പെണ്ണ് കാണാൻ പോണ്ടേ? യോ, നേരവും എടുത്ത് മണ്ടാരം. മണിമുറ്റത്താവണി പന്തൽ നീരാക്കുപോലെ അടിയാരത്തമ്പിളിപ്പന്തൽ. മണിമുറ്റത്താവണി പന്തൽ നീരാക്കുപോലെ അടിയാരത്തമ്പിളിപ്പന്തൽ. മണവാട്ടി പെൺമറിഞ്ഞ് മാമ്പൂമി പൂത്തിറങ്ങ് ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ. ഇന്നല്ലേ നിന്റെ കല്യാണം. അച്ഛാ, ഇതെന്റെ 101ാമത്തെ പെണ്ണുകളിലാണ്. ഈ കല്യാണമെങ്കിലും നടക്കാൻ അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എനിക്ക് വേണം. ഇതെങ്കിലും നടക്കണം. നടന്നില്ലെങ്കിൽ ബാക്കി ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. അനുഗ്രഹിച്ചേക്കണേ. എന്റെ തിരുതി കാരണം മനുഷ്യന് ഒരുങ്ങാനും പറ്റൂല. സുന്ദരമായിട്ടിരുന്നാലേ നല്ല കാര്യമുള്ളൂ. പേടക്കണ്ടടാ, വാ പോയേക്കാം. എടാ, എത്ര നേരമായിടാ കാത്തിരിക്കുന്നു. ഇവൻ ഇത് എവിടെ പോവാ? ഇന്നെങ്കിലും ഒന്ന് അനക്കോടെ. അത് അനക്കാനുള്ള ആള് വരുമ്പോ താനെ അനയിക്കോളൂ. നീ വണ്ടി എടു. അമ്മേ, പോയിട്ട് വരാം. മാഫി മുഷ്കിൽ നಮ್ದು ഭാഷ എല്ലാം മാതാಡ್ತಿ. ഞാൻ വരുന്നത് പറഞ്ഞിട്ട് ഇവിടെ കാക്കയൊന്നും കൂയില്ലേ? ഓ, അളിയനിപ്പോ വരുമായിരിക്കും അല്ലേ? എടുത്തോ ചേച്ചി, കണത്തിലെടുക്ക. ചേച്ചി, നാട്ടിലൊക്കെ ഞങ്ങളുടെ സുഖമാണോ? എന്തെങ്കിലും അതർന്ന് പറ. ചുമ്മാരിക്കാതെ. ആശാനെ, ഇതൊന്നും നമ്മൾ കയറിയല്ലേ? അതാടാ ഞാൻ ആലോചിക്കുന്നു. ആശാനെ, മാറ്റണിക്ക് പോയാലെന്ന്? വേണ്ട, പൈസ ഇല്ല. രാത്രി നമുക്കിതങ്ങ് കീറാം. ആശാനെ, സുഖലത വരുന്നു. ഇത് പിന്നെ കീറാം, അതിപ്പോ കീറാടാ. ഉമ്മതല്ലേ, പടം മാറിയിട്ടുണ്ട്. ഓരത്ത് 2 ടിക്കറ്റ് കയറട്ടെ. ആശാനെ, നാറിന്നല്ലേ വിളിച്ചത്? അല്ലടാ, അവള് പടം മാറിയെന്നാടാ പറഞ്ഞേ. അവളാ അച്ചുവിന്റെ പെണ്ണടാ, നമുക്കൊന്നും വളയത്തില്ല.
വാ നമുക്ക് 2 പട്ട അടിച്ചിട്ട് ഇത് കീറുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ശരി ആശാനെ. നൈറ്റ് തന്നെ ഇത് കീറണം. എപ്പോഴാണ് ആശാനെ വരുന്നത്? രാത്രി? ഇവര് പോയില്ലേ? അമ്മണിയമ്മേ, അമ്മണിയമ്മേ. ആ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവര് പോയില്ലേ? പിന്നെ ആരാ കുളിമുറിയില്? നമ്മുടെ സുഖമല്ലയോ? അതിനങ്ങനെ ഇപ്പോഴല്ലേ പോയത്? അറവിക്ക് വയറിളക്കോ ഒട്ടകത്തിന് പ്രസവോ എന്നൊക്കെ പറയുന്നു മോളെ. അവര് വന്നല്ലോ. നീ എന്തോടി ഇവിടെ? ഞാൻ അമ്മണിയമ്മേനെ കാണാൻ വന്നതാ. എന്തോ ആയി മോനെ പോയിട്ട്? ഓ, എന്താവാൻ, ഒന്നും ആയില്ല. എങ്കിൽ ഞാനോട് ഒരു ചായ എടുക്കാം. നിങ്ങൾക്ക് ഈ പഴങ്കഞ്ഞി കൂടി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവന്റെ ജീവിതം പഴങ്കഞ്ഞിയായിട്ട്. വെള്ളം ഉറപ്പിക്കാതെ കേറി പോകുന്നല്ലേ പരിക്കകത്ത്. നീ എന്തിനാടാ ചിരിക്കുന്നത്? ഇന്നത്തെ കല്യാണം മുടങ്ങിയത് നീ ഒറ്റ ഒരുത്തം കാരണോ? പിന്നെ അല്ലാണ്ട് ഞാൻ എപ്പോഴാ നിന്റെ കല്യാണം മുടക്കിയത്? എന്തോന്ന് ഈ പോയ കല്യാണത്തിനെല്ലാം പിന്നെ എങ്ങനെയാടാ മുടങ്ങിയത്? അത് എനിക്കങ്ങനെ അറിയാം. എനിക്കങ്ങനെ അറിയാവുന്നോ? നീ ഒറ്റ ഒരുത്തനാ മുടക്കിയെന്ന് എനിക്കറിയാം. എനിക്കറിയാടാ. നീ പോയ വീട്ടില് ഉമ്മ വായി തോന്നുന്ന കാര്യം. എന്താ കൊള്ളാവുന്ന ഇറങ്ങി പോടാ എന്നെ പറ്റത്ത്. ഉണ്ടംപൊരി അത് വൈകിട്ടാണ് അത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്റെ കല്യാണം മൊത്തം കൊണ്ട് നടന്ന് മുടക്കുന്നത് ഈ പരം മാറിയ. എന്താ ആവശ്യം പറയാൻ? വൈകിട്ട് കുപ്പിയുണ്ട്, കുപ്പി കേട്ടോ, അടിച്ചു തീർക്കാം. അവിടെ വെള്ളമില്ല കേട്ടോ, അതുകൊണ്ട് മോനെ കുടിച്ച് കഴിക്കടാ, കുടിച്ച് കഴിക്കാം മാമ. കഴിക്കടാ കുഞ്ഞുങ്ങളെ, കഴിക്കടാ മോനെ. കുപ്പി നിലത്ത് വെക്കണ്ടേ? വേണ്ട വേണ്ട വേണ്ട, മാമന് വേണ്ട. എന്റെ ആളെ മോനെ അറിയത്തില്ലടാ. കഴിക്ക എന്നാ മോനെ, മാമനെ Cheers. അടി. വിടറാ. എന്റെ സുഖമാമ, എന്തോ സുഖം മാമ. സുഖം മാമന്റെ സുഖമൊക്കെ കണ്ടടാ മോനെ. എന്ത് പാടാ രണ്ടെണ്ണോട് അയൽവക്കത്ത് ഇരുന്നിട്ട് എന്തോ കാണിക്കുന്നേ? എന്തോ വായന രാവിലെ. അതെ മാമ, രാവിലത്തെ എന്റെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോയി. അങ്ങ് ക്ഷമിക്കും. അത് ഇവന്റെ അടുത്ത് ഇല്ലയോ? പിന്നെ അല്ലാതെ. അതിരിക്കട്ടെ, മാമനപ്പ വന്നു. എനിക്കും അതാണ് സംശയം. ഞാൻ കണ്ടപ്പോ മാമൻ തലയിൽ കൂടെ ജട്ടി ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നു. പാരച്ചൂട്ടിന് വരാൻ ജട്ടിയാ തൂങ്ങി ഇറങ്ങിയേ. മോനെ ഏറില്ലടാ വന്നേ. അടി അടി അടി, നിങ്ങൾ അടി. ഇനി മാമന്റെ കഴിവ് വിളിക്കട്ടെ കേട്ടോ മക്കളെ. നിങ്ങളെ ഈ അടിക്കുന്ന കേരള സ്റ്റൈലല്ല, അറിയുമോ? അറബി നാട്ടിൽ പറന്നും നീന്തിയും തുടിച്ചും ഒക്കെ അടിച്ചതാ മാമൻ കേട്ടോ. കണ്ടോ, നമ്മള് വിസ്കി എന്ന് പറയുന്ന സാധനം അടിക്കുന്ന രീതിയുണ്ട് കേട്ടോ. കാണോ ഉണ്ടോ? അതിവിടെ കിട്ടണം അല്ലയാ. ബോസിന് കിട്ടുകയാണെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനൊക്കെ അടിക്കുന്നത് വളരെ മോശമാ. അതെന്തോ വർത്തമാനമായി ഇപ്പൊ ഇവൻ പറഞ്ഞേ. അല്ല, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ മാമ?
എന്താ പറ്റി? മാമൻ അന്തസ്സായിട്ടൊരു സാധനം ഇവിടെ കൊണ്ടുവച്ചു. അത് സ്കോച്ച്. അത് എടുത്ത് കഴിക്കുന്നതിനൊരു മര്യാദയില്ലേ? കൊച്ചനല്ലേ എന്തോ അടിച്ചോ? ഒരു മര്യാദയില്ലേ? ഇപ്പൊ എത്ര പേക്കാണ് ഇപ്പൊ കയറ്റി അടിച്ചത്? ഞാൻ ഒരെണ്ണം അല്ലേ അടിച്ചോളൂ മാമ. എന്തോ കാര്യമായി പറയുന്നത് നിങ്ങൾ? എന്ത് കാര്യ പറഞ്ഞേ? ഞാൻ പറയുന്നത് എന്ത് തെറ്റെന്തുവാ? ഒരാളൊരു സാധനം കൊണ്ടുവന്നാൽ അത് കഴിക്കുന്നതിനൊരു മര്യാദയുണ്ട്. അതും പ്രത്യേകിച്ച് സുകുമാമൻ. അല്ല മതി നിർത്ത്. ഇനിയും തുടങ്ങുവാന്ന് കേക്കെ? ഇനിയും തുടങ്ങുവാന്നോ? എന്ത് വേണം ഇത്ര വിഷയം? എന്ത് വേണം അതിനകത്ത്? എന്തുവാ അവനോട് ചോദിച്ചു? മാമൻ എന്റെ വിഷയം അറിയാത്തോണ്ടാണ് മാമൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇന്ന് 101ാമത്തെ ഇടത്താണ് ഞാൻ പെണ്ണ് കാണാൻ പോയത്. അതിനെന്താ? നടക്കുന്നില്ലടെ എപ്പോഴും? അത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലേ മാമ, വള്ളി നീളുന്ന പോലെ. പിന്നെ മാമന്റെ ജീവിതം നീ പറ. ഈ 101 പോയി പെണ്ണ് കണ്ടിട്ടും ഇത് ഇതുവരെ നടന്നിട്ടില്ല. ഈ 101 ഈ കല്യാണം മുടക്കിയത് ആരാടാ? എന്റെ തൊട്ടടുത്തിരിക്കുന്ന പന്നപ്പട്ടി. ഞാനോ? എന്നെ കൂടെ കൺഫ്യൂഷൻ അടിപ്പിക്കും. എന്ത് കഷ്ടം. ഈ പന്നപ്പട്ടി അത് ഞാൻ ചോദിച്ചത് തെറ്റാണോ മാമ? തെറ്റല്ലടാ. തെറ്റാ? പിന്നെ മാമനോട് അത് ഒരിടത്ത് നിൽക്ക്, ആരുടെയും ഒരാളുടെ സൈഡിൽ നിൽക്ക്. എടാ മക്കളെ, 2 വള്ളത്തെ ചോട്ടാതെ 2 എനിക്ക് വേണം കേട്ടോ. പിന്നെ സുഭാഷേ, നിന്റെ പെങ്ങളെ ഇവനും കെട്ടിച്ചോളൂ. എന്റെ പെങ്ങളെ ഇവന് കെട്ടിച്ചു കൊടുക്കാം. എന്റെ പെങ്ങളെ ഞാൻ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ കെട്ടിച്ചു കൊടുക്കാൻ വെച്ചേക്കും, അല്ല ഇവന് കെട്ടിച്ചു കൊടുക്കാൻ വെച്ചേക്കും. അല്ല അതെന്തോടാ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? അങ്ങനല്ല പിന്നെ ഞാൻ എങ്ങനെ പറയണം? അതെന്താ നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയ ശരിയാവത്തില്ലേ? ശരിയാവത്തില്ല. എന്താ കാര്യം? എന്റെ പെങ്ങളെ നീ കെട്ടിയ ശരിയാവത്തില്ല. ശരിയാവാത്തന്റെ കാര്യം പറയടാ. എന്നെ പോലെ ഒരു ചറ്റയ്ക്ക് കെട്ടിച്ചു തരാൻ പറ്റത്തില്ല. ഇവന്റെ വായിലിരിക്കുന്ന ഈ വൃത്തികേട് കേൾപ്പിക്കാനാണോ മാമ എന്നെ വിളിച്ചു വരുത്തിയത്? എന്റെ പെങ്ങളെ ഇവന് കെട്ടിച്ചു കൊടുക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്? ഒരു കാര്യം പറ. ഇന്ന് ഈ രാത്രി മാമൻ വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നല്ലോ. മാമന്റെ സന്തോഷത്തിന് ഞാൻ 2 എണ്ണം അടിച്ചു. അത് കണ്ടവന്മാരുടെ വായിലിരിക്കുന്ന കേൾപ്പിക്കാനാണോ അല്ലയോ എന്ന് എനിക്ക് ഇപ്പം ഈ നിമിഷം എനിക്കറിയണം. അത് പറയാടാ മോനെ, അത് പറയാം. ഇത് കുറെ വിളിച്ചു വരുത്തി ഇവന്റെയൊക്കെ വായിലിരിക്കുന്ന കേൾപ്പിക്കാനാണോ മാമൻ എന്നെ വിളിച്ച് ഇവിടെ വരുത്തിയത്? എടാ സുഭാഷേ, ഈ അവസാനം അടിക്കാൻ പോകുന്ന പെഗ്ഗിനെ സാക്ഷി നിർത്തി ഈ അച്യുതൻ പറയുന്നു, ഇതിനുള്ള പണി നിനക്ക് ഞാൻ തന്നിരിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് അച്യുതനെന്നല്ല കേട്ടോ പന്നെ. ഇനി മാമൻ ഒരു വാക്കും മിണ്ടരുത്. മാമന് വോയിസ് ഇല്ല. അടിച്ചോടാ നീ അടിച്ചോടാ. സുകുമാമ, എന്താ മോനെ? എനിക്ക് പ്രതികാരം ചെയ്യണം മാമ. ചെയ്യാക്കളെ. മാമൻ എന്റെ കൂടെ കാണണം. കാണും. അമ്മച്ചി രാവിലെ ഗുരുവായൂർ പോണോന്ന് പറയുന്നത് ഓട്ടെ. ഒച്ചയും ബഹളവും ഇവിടെ കിടന്നുണ്ടാക്കിയ തള്ള കലിപ്പാക്കും. ഒരു കാര്യം ചെയ്. എന്താ? തട്ടി വീഴത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നേറ്റ് പോയി സ്വിച്ച് ഓഫ് ആക്ക്. ചേട്ടാ വന്നു ചേട്ടാ, ലൈറ്റ് ആണ്. വാ അങ്ങോട്ട് നോക്കുന്നു. ചിരിക്കി. ഓക്കെ, കാണിട്ട്